ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. സെക്കൻഡ് ഇയർ ബോട്ടണിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് ഇനി വരുന്ന രണ്ടാമത്തെ ചാപ്റ്ററിന് വേണ്ട ഒരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ് ഈ ചാപ്റ്റർ, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. സോ അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് അതിലൊരു ലൈഫ് സ്പാൻ എന്നൊരു ടേം ആണ്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ലൈഫ് സ്പാൻ. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തില് ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഒരു ടേമോട് കൂടിയാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ ലൈഫ് സ്പാൻ എന്ന് ചോദിച്ചാൽ ദ പീരിയഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത്. പീരിയഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത്. ബർത്തിനും നാച്ചുറൽ ഡെത്തിനും ഇടയിലുള്ള ഒരു പീരിയഡിനെയാണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി ആ ലൈഫ് സ്പാൻ നോക്കിയാൽ അറിയാം, ഈ ലൈഫ് സ്പാൻ പല ഓർഗാനിസിലും പലതായിട്ട് വേരി ചെയ്യപ്പെടും. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുക, ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഓർഗാനിസം. ബട്ടർഫ്ലൈ അതിന്റെ സ്പാൻ 1 to 2 വീക്സ് ആണ്. 1 to 2 വീക്സ്. രണ്ടാമത്തേത് ബട്ടർഫ്ലൈ കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സാമ്പിൾ ക്രോ എന്ന് പറയുന്ന കാറ്റഗറി 15 ഇയേഴ്സ് ആണ്. എന്നാൽ പാരറ്റ് 140 ഇയേഴ്സ് ആണ്. ക്രോക്കഡൈൽ എന്ന് പറയുന്നത് 60 years ആണ്. 60 years. And tortoise 150 years. ഇതൊരു ആവറേജ് ലൈഫ് സ്പാൻ ആണ്. ഓരോ ഓർഗാനിസവും എത്ര കാലം സർവൈവ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ആവറേജ് എസ്റ്റിമേറ്റ് ആണ് ഇത്. ഇനി തിരിച്ച് ഈ പറഞ്ഞ ലൈഫ് സ്പാൻ, ബർത്ത് മുതൽ നാച്ചുറൽ ഡെത്ത് വരെയുള്ള ലൈഫ് സ്പാൻ നമുക്ക് വേണമെങ്കിൽ 3 സ്റ്റേജസ് ആയിട്ട് തിരിക്കാം. ഇത് ഫസ്റ്റ് സ്റ്റേജ്, അതിനുശേഷം രണ്ടാമത്തേത്, പിന്നെ മൂന്നാമത്തെ. 3 സ്റ്റേജ് ആണ്. അതിൽ ഓരോ സ്റ്റേജ് വീതം നോക്കിയാൽ സ്റ്റേജ് നമ്പർ 1, ഒന്നാമത്തെ സ്റ്റേജിനെ നമുക്ക് വേണമെങ്കിൽ ജുവനൈൽ ഫേസ് എന്ന് പറയാം. ഇറ്റ്സ് കോൾഡ് ജുവനൈൽ ഫേസ്. ദ സെക്കൻഡ് വൺ ഈസ് കോൾഡ് റീപ്രൊഡക്റ്റീവ് ഫേസ്. രണ്ടാമത്തേതിനെ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്നാ പറയാം. ഒന്ന് ജുവനൈൽ ഫേസ്, രണ്ടാമത്തേത് റീപ്രൊഡക്റ്റീവ് ഫേസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് കോൾഡ് സെനസെന്റ് ഫേസ്. മൂന്നാമത്തേതിനെ സെനസെന്റ് ഫേസ് എന്നാ പറയാം. ഇറ്റ്സ് കോൾഡ് സെനസെന്റ് ഫേസ്. അപ്പൊ ജുവനൈൽ, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനസെന്റ് ഫേസ്. അപ്പൊ ലൈഫ് സ്പാൻ എന്ന് പറയുന്നതിൽ ബർത്ത് മുതൽ നാച്ചുറൽ ഡെത്ത് വരെയുള്ളതിനെ 3 സ്റ്റേജ് ആയിട്ട് തിരിച്ചാൽ ജുവനൈൽ, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനസെന്റ് ഫേസ് എന്ന് വരും. ലൈഫ് സ്പാനിന്റെ പീരീഡ് അനുസരിച്ച് ഓർഗാനിസം പലതായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ എക്സാമ്പിൾ ആണ് ബട്ടർഫ്ലൈ മുതൽ ടോർട്ടോയ്സ് വരെ പറഞ്ഞ എക്സാമ്പിൾ. ഇത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇനി അതില് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടേം എടുക്കുക. നമുക്ക് ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം ആയതുകൊണ്ട് അതിൽ റീപ്രൊഡക്ഷൻ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പൊ അടുത്ത ടൈറ്റിൽ റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. റീപ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് 2 ടൈപ്പാണ്. ഒന്ന് അസെക്ഷുവൽ റീപ്രൊഡക്ഷനും രണ്ടാമത്തേത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ്. ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ നോക്കുക. അസെക്ഷുവൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും കമ്പയർ ചെയ്യുമ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ നമ്മൾ ജനറലി പറയും ഇറ്റ് ഈസ് യൂണിപാരന്റൽ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ യൂണിപാരന്റൽ ആണ്. യൂണിപാരന്റൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം മതിയാവും. എന്നാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈപാരന്റൽ ആണ്. ബൈപാരന്റൽ. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ യൂണിപാരന്റലും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈപാരന്റലുമാണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഫെർട്ടിലൈസേഷൻ പ്രസന്റ് ആണ്. സെക്ഷുവൽ ഫെർട്ടിലൈസേഷൻ ആബ്സെന്റ് ആണ്. എന്നാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഫെർട്ടിലൈസേഷൻ പ്രസന്റ്. ഓക്കെ, അപ്പൊ യൂണിപാരന്റൽ ആണ്, ഫെർട്ടിലൈസേഷൻ ആബ്സെന്റ് ആണ്. ഇവിടെ ബൈപാരന്റൽ ആണ്, ഫെർട്ടിലൈസേഷൻ പ്രസന്റ് ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ഒരു പാരന്റിൽ നിന്ന് ഫോം ചെയ്തതാണ്, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ ന്യൂലി ഫോംഡ് വൺ എങ്ങനെയായിരിക്കും? ഓഫ്സ്പ്രിങ്സ് ആർ ക്ലോൺസ്. ഓഫ്സ്പ്രിങ്സ് എല്ലാം ക്ലോൺസ് ആയിരിക്കും. എന്താ ക്ലോൺ എന്ന് പറഞ്ഞാൽ? ക്ലോൺ എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി ഐഡന്റിക്കൽ ഓർഗാനിസം. മോർഫോളജിക്കലിയും ജനറ്റിക്കലിയും ഐഡന്റിക്കൽ ആണ് വിത്ത് ദ പാരന്റ് ആൻഡ് എമംഗ് ദംസെൽസ്. അത് തമ്മിലും ഒരുപോലെ ഇരിക്കും, പാരന്റിനെ പോലെയും ഇരിക്കും. അതാണ് ക്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ്സ്പ്രിങ്സ് ആർ കോൾഡ് ക്ലോൺസ്. എന്നാൽ നേരെ തിരിച്ച് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഓഫ്സ്പ്രിങ്സ് ഷോസ് വേരിയേഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വരുമ്പോൾ ഓഫ്സ്പ്രിങ്സ് ഷോസ് വേരിയേഷൻ. ഓഫ്സ്പ്രിങ് വേരിയേഷൻ കാണിക്കും. മൂന്നാമത്തെ പോയിന്റ് ആണ് ഓഫ്സ്പ്രിങ് വേരിയേഷൻ കാണിക്കും.
ഇനി നാലാമത്തെ പോയിന്റിലേക്ക് വരുന്നു. അസെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് പ്രോസസ്, സ്പീഡിൽ നടക്കുന്ന പ്രോസസ് ആണ്. എന്നാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലോ പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ശ്രദ്ധിച്ചാൽ അറിയാം. ഇൻട്രൊഡക്ഷനിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്നൊരു ടൈറ്റിൽ തുടങ്ങി. അപ്പൊ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്നൊരു ടൈറ്റിൽ തുടങ്ങി. അതിന്റെ ബാക്കി നമ്മൾ ലൈഫ് സ്പാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ലൈഫ് സ്പാനിന് ശേഷം അതിലെ മേജർ പാർട്ട് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എടുത്തു. ആ റീപ്രൊഡക്ഷനെ രണ്ടായി തിരിച്ചു. അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞത് റീപ്രൊഡക്ഷൻ മാത്രമാണ്. ജുവനൈലിനെ കുറിച്ചോ സെനസെന്റിനെ കുറിച്ചോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോ എന്തായിരുന്നു ജുവനൈൽ ഫേസ്? ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫേസ് ആണ്. ഒരു ഓർഗാനിസം അതിന്റെ നോർമൽ ഗ്രോത്ത് കാണിക്കുന്ന ഫേസിനെയാണ് ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞത്. എന്നാൽ സെനസെന്റ് ഫേസ് എന്താണ്? ഇറ്റ് ഈസ് ദ ഏജിംഗ് ഫേസ്. സെനസെന്റ് ഫേസ് ഏജിംഗ് ഫേസ് ആണ്. സെനസെന്റ് ഫേസ് തീരുന്നിടത്താണ് നാച്ചുറൽ ഡെത്ത്. ഓക്കെ, അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് റീപ്രൊഡക്റ്റീവ് ഫേസ് ആയതുകൊണ്ടാണ് റീപ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് വീണ്ടും റീപ്രൊഡക്ഷൻ ആയതുകൊണ്ട് റീപ്രൊഡക്ഷന്റെ ഒരു ഡീറ്റെയിൽ ആണ് ഇനി പഠിക്കുക. അതായത് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എഴുതിയിരുന്നു. അതേപോലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അത് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ തന്നെ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ലോവർ ഓർഗാനിസം ഇതൊരു ടൈറ്റിലാണ്. അതേപോലെ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റിൽ നടക്കുന്ന എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ദെൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോ ഈ മൂന്ന് കാര്യങ്ങളാണ് ചാപ്റ്ററിൽ പറയാനുള്ളത്. ക്ലിയർ? അതിൽ ഓരോന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ആദ്യത്തേത് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ലോവർ ഓർഗാനിസം. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നതിന്റെ കണ്ടിന്യൂവേഷൻ. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ലോവർ ഓർഗാനിസം. ലോവർ ഓർഗാനിസത്തിൽ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്ന കോമൺ മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്നാമത്തേത് ബൈനറി ഫിഷൻ. ഈ ബൈനറി ഫിഷൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അമീബ പോലെ അല്ലെങ്കിൽ ബാക്ടീരിയം പോലെയുള്ള ഓർഗാനിസം അതിന്റെ സെല്ല് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞത്. അമീബ പോലെ ബാക്ടീരിയം പോലെയുള്ള ഓർഗാനിസം സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ സെല്ല് രണ്ടായിട്ട് മാറും. അതായത് സെല്ലിലുണ്ടായിരുന്ന കണ്ടന്റിനെ രണ്ട് ഡോട്ടർ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞത്. ഉദാഹരണത്തിന് ഇതാണ് ഒരു അമീബ എന്ന് കരുതുക. ആ ഓർഗാനിസം അതിനൊരു ന്യൂക്ലിയസും അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് കരുതുക. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് നോർമലി ഒരു ഗ്രൂപ്പ് പോലെ പ്രൊഡ്യൂസ് ചെയ്ത് രണ്ടാവും. ഓരോന്നിനും ന്യൂക്ലിയസ് കിട്ടും. ലേറ്റർ പിന്നീട് ഇത് ഡിറ്റാച്ച് ചെയ്ത് രണ്ട് ഓർഗാനിസം ആയിട്ട് മാറും. ഈ പ്രോസസ്സാണ് ബൈനറി ഫിഷൻ. അപ്പൊ അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഒരു മെത്തേഡ് പറഞ്ഞു, ബൈനറി ഫിഷൻ. മെത്തേഡ് നമ്പർ 2, രണ്ടാമത്തെ മെത്തേഡിലേക്ക് വരുന്നു. രണ്ടാമത്തെ മെത്തേഡ് ബഡിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. The process is called budding. എന്താ ബഡിങ് എന്ന് ചോദിച്ചാൽ ഡ്യൂറിങ് ഫേവറബിൾ സീസണിൽ മാത്രം നടക്കുന്ന പ്രോസസ്. ഡ്യൂറിങ് ഫേവറബിൾ സീസണിലാണ് ഈ പ്രോസസ് നടക്കുക. ഏതിലാണെന്ന് ചോദിച്ചാൽ ഇൻ ഈസ്റ്റ് പോലുള്ള ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ഹൈഡ്ര പോലുള്ള ഓർഗാനിസത്തിൽ അതിന്റെ ബോഡിയിൽ നിന്ന് ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവും. ആ ഔട്ട് ഗ്രോത്ത് പിന്നീട് കുറച്ചുകൂടി വളർന്ന് കുറച്ചുകൂടി വലുതായി പേരന്റൽ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. അങ്ങനെ ബഡ് ഫോം ചെയ്ത് ബഡ് ഗ്രോ ചെയ്ത് പേരന്റൽ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബഡിങ് എന്ന് പറഞ്ഞത്. അപ്പൊ ബൈനറി ഫിഷൻ ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡാണ് ബഡിങ് എന്ന് പറയുന്നത്. ഇനി മെത്തേഡ് നമ്പർ 3, മൂന്നാമത്തെ മെത്തേഡിലേക്ക് വരുന്നു. സൂസ്പോർ എന്ന് പറയും. മൂന്നാമത്തെ മെത്തേഡാണ് സൂസ്പോർ. ഈ സൂസ്പോറിന്റെ പ്രത്യേകത ക്ലാമിഡമോണാസ് പോലെയുള്ള ആൽഗയിലാണ് ഈ മെക്കാനിസം കാണുക. സൂസ്പോർ എന്ന് പറയുന്നത് ക്ലാമിഡമോണാസ് പോലെയുള്ള ആൽഗയിലാണ്. സോ ക്ലാമിഡമോണാസ് എന്ന് പറയുന്ന യൂണിസെല്ലുലാർ ആൽഗി ചില സ്പെഷ്യൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് സൂസ്പോർ. എന്തുകൊണ്ടാണ് ഇതിനെ സൂസ്പോർ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദീസ് ആർ മോട്ടൈൽ, മൂവ് ചെയ്യാൻ പറ്റുന്ന സ്പോർ ആയതുകൊണ്ടാണ് ഇതിനെ സൂസ്പോർ എന്ന് പറഞ്ഞത്. അപ്പൊ മൂന്നാമത്തെ കേസ് സൂസ്പോർ ആണ്, മോട്ടൈൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി കേസ് നമ്പർ 4, നാലാമത്തെ കേസിലേക്ക് വരുന്നു. ബൈനറി ഫിഷനിൽ തുടങ്ങിയതാണ്, ബഡിങ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, സൂസ്പോർ പറഞ്ഞതാണ്. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ. എന്താ ഫ്രാഗ്മെന്റേഷൻ എന്ന് ചോദിച്ചാൽ ആൽഗെ അല്ലെങ്കിൽ ഫംഗസ് പോലെയുള്ള ഓർഗാനിസം അതിന്റെ ബോഡി ഫിലമെന്റസ് ആണ്. അങ്ങനെയുള്ള ഫിലമെന്റസ് ബോഡി ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് പല ഫ്രാഗ്മെന്റുകളാവും.
അതിൽ ഓരോ ഫ്രാഗ്മെന്റും പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. ഈ പ്രോസസ്സാണ് എന്ത്? ഫ്രാഗ്മെന്റേഷൻ. അതായത് ഫിലമെന്റസ് ആൽഗയിൽ. ഫ്രാഗ്മെന്റേഷൻ കാണേണ്ടത് ഫിലമെന്റസ് ആൽഗയിൽ. ഫിലമെന്റസ് ആൽഗയിൽ ഉണ്ടാവും, അതേപോലെ ഫംഗസിൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാറ്റഗറിയിലെല്ലാം തന്നെ ഫ്രാഗ്മെന്റേഷൻ പ്രസന്റ് ആണ്. ഇനി മെത്തേഡ് നമ്പർ 5, അഞ്ചാമത്തെ മെത്തേഡിലേക്ക് വരുന്നു. കൊണീഡിയ എന്ന് പറയും. അഞ്ചാമത്തെ മെത്തേഡാണ് കൊണീഡിയ. ഈ കൊണീഡിയ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത പെനിസിലിയം പോലെയുള്ള ഫംഗസിൽ, അതായത് പെനിസിലിയം പോലെയുള്ള ഫംഗസിൽ സ്പെഷ്യൽ ഫിലമെന്റ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പൊ അതിന്റെ മൈസീലിയത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്, അതിന്റെ ഫംഗസിന്റെ ഹൈഫയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് സ്പെഷ്യൽ ഫിലമെന്റ് ഉണ്ടാവും. ആ ഫിലമെന്റിൽ ഒരുപാട് എക്സോസ്പോർ, അതായത് ബോഡിയുടെ വെളിയിലേക്ക് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്പോറിനെയാണ് കൊണീഡിയ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ കൊണീഡിയ എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ കാണുന്നതാണ്? പെനിസിലിയം പോലെയുള്ള ഫംഗസിൽ കാണുന്നതാണ് കൊണീഡിയ. വീണ്ടും അടുത്ത മെത്തേഡിലേക്ക് വരുന്നു. അടുത്തത് ജെമ്യൂൾ എന്ന് പറയും. അടുത്ത മെക്കാനിസമാണ് ജെമ്യൂൾ. ജെമ്യൂൾ എന്ന് പറയുന്നത് ഇൻ സ്പോഞ്ചസ്, സ്പോഞ്ചസ് പോലെയുള്ള ഓർഗാനിസത്തിൽ. സ്പോഞ്ചസ് എന്ന് പറയുന്ന ഓർഗാനിസിന്റെ ഒക്കെ ഒരു പ്രത്യേകത, അതിന്റെ ഉള്ളിൽ സ്പോർ ഉണ്ടാവുകയും ആ സ്പോറ് പുതിയ ഓർഗാനിസം ആയിട്ട് മാറുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ജെമ്യൂൾ എന്ന് പറയുന്നത് സ്പോഞ്ചസ് പോലൊരു ഓർഗാനിസിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന സ്പെഷ്യൽ സ്പോർ ആണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷന് സഹായിക്കും. ഇനി ഒരു മെക്കാനിസം കൂടിയുണ്ട്. ആ മെക്കാനിസത്തെ നമ്മൾ സ്യൂഡോപോഡിയോസ്പോർ എന്നാ പറയുക. ആ സ്പോറിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോപോഡിയോസ്പോർ. ഇത് റീസെന്റ് ഉള്ള ടെക്സ്റ്റുകൾ വാങ്ങിയാൽ മാത്രം കാണാവുന്ന ഒരു ടേം ആണ് സ്യൂഡോപോഡിയോസ്പോർ. കുറച്ചു പഴയ ടെക്സ്റ്റ് ആണെങ്കിൽ അതിന്റെ സപ്ലിമെന്ററി കണ്ടന്റിൽ ഉണ്ടാവും. സ്യൂഡോപോഡിയോസ്പോർ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഇൻ അമീബ. അമീബ പോലൊരു ഓർഗാനിസിൽ കാണുന്ന സ്പോർ ആണ് സ്യൂഡോപോഡിയോസ്പോർ. എന്താ അതിന്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നു. അമീബ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ, അമീബ അതിന്റെ അൺഫേവറബിൾ കണ്ടീഷൻ, അമീബ അതിന്റെ അൺഫേവറബിൾ കണ്ടീഷനിൽ എന്ത് ചെയ്യും? അതിന്റെ സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ഫോൾസ് ഫീറ്റ് വിഡ്രോ ചെയ്യും. സോ അമീബ മൂവ് ചെയ്യുന്നത് സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ഫോൾസ് ഫീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ആ ഫോൾസ് ഫീറ്റ് ഉള്ളിലേക്ക് വിഡ്രോ ചെയ്യും. അങ്ങനെ വിഡ്രോ ചെയ്തതിന് ശേഷം അതിന് ചുറ്റും ഒരു 3 ലെയറുള്ള കോട്ടിങ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് പ്രൊഡ്യൂസ് 3 ലെയർഡ് ഔട്ടർ കോട്ട്. 3 ലെയറുള്ള കോട്ട് പ്രൊഡ്യൂസ് ചെയ്യും, കളക്റ്റീവ്ലി കോൾഡ് സിസ്റ്റ്. ആ 3 ലെയറുള്ള ഔട്ടർ കോട്ടിനെ സിസ്റ്റ് എന്നാണ് പറയുക. അങ്ങനെ ആ സിസ്റ്റ് വഴി പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഓർഗാനിസം പിന്നീട് എപ്പോഴെങ്കിലും ഫേവറബിൾ സീസൺ വരുമ്പോ, അതിനുശേഷം ഫേവറബിൾ സീസൺ വരുന്നു. ആ ഫേവറബിൾ സീസൺ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടായിരുന്ന ഈ സെല്ല് ഫേവറബിൾ സീസണിൽ ഇതിനുള്ളിൽ വെച്ച് ഡിവൈഡ് ചെയ്ത് ഒരുപാട് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ വെച്ച് ഒരുപാട് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ സിസ്റ്റ് ബ്രേക്ക് ചെയ്ത് സ്പോർസ് വെളിയിലേക്ക് വരും. അങ്ങനെ വെളിയിലേക്ക് വരുന്ന ആ സിസ്റ്റ് ബ്രേക്ക് ചെയ്ത് വെളിയിലേക്ക് വരുന്ന സ്പോർസിനെയാണ് സ്യൂഡോപോഡിയോസ്പോർ എന്ന് പറഞ്ഞത്. അപ്പൊ അമീബ പോലൊരു ഓർഗാനിസത്തിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്യൂഡോപോഡിയോസ്പോർ വഴിയാണ്. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിയാൽ കാണാം, ബൈനറി ഫിഷിന്റെ തുടങ്ങി സ്യൂഡോപോഡിയോസ്പോർ വരെയുള്ള ഡിഫറെന്റ് മെക്കാനിസം ആണ് ടെക്സ്റ്റിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ലോവർ ഓർഗാനിസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മുമ്പ് ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഈ ചാപ്റ്റർ തീരാൻ വേണ്ടി 3 സബ് ടൈറ്റിലാണ്. അതിൽ ഒന്നാമത്തെ സബ് ടൈറ്റിലാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ലോവർ ഓർഗാനിസം. അതിനുശേഷം രണ്ടാമത്തെ ടൈറ്റിലേക്ക് വരുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ് ആണ്. പ്ലാന്റിൽ കാണുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ഇതിനുശേഷം പറയേണ്ടത്. അപ്പൊ അടുത്ത ടൈറ്റിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്. ഓക്കെ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ് എന്ന് പറയുന്ന സെഷൻ ഈ പ്ലാന്റിലേതാണ്. ഈ പ്ലാന്റിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കിയാൽ അറിയാം. അതായത് ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു പ്ലാന്റ്, ഫസ്റ്റ് ഇയറിലെ മോർഫോളജിയിലൊക്കെ നമ്മൾ പഠിക്കും. ഒരു പ്ലാന്റിന് പാർട്ട് എന്ന് പറയുന്നത് റൂട്ട് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടാവും, അതേപോലെ സ്റ്റെം എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടാവും, ഇത് കൂടാതെ ലീഫ് എന്ന് പറയുന്ന ഓർഗൻ ഉണ്ടാവും. ഇതൊക്കെയാണ് പ്ലാന്റിന്റെ പാർട്ട്. ഒരു പ്ലാന്റിൽ റീപ്രൊഡക്ഷൻ നടക്കേണ്ടിയിരുന്നാൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കേണ്ടിയിരുന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടാണ് അതിന് സഹായിക്കുക. നമ്മൾ ഈ പാർട്ടിനെ വെജിറ്റേറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് കൊണ്ട് റീപ്രൊഡക്ഷൻ എന്ത് പേര് വിളിക്കും? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ otherwise called or it is otherwise called vegetative reproduction. അപ്പൊ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അപ്പൊ പ്ലാന്റിൽ നടക്കുന്ന റീപ്രൊഡക്ഷനെയാണ് വെജിറ്റേറ്റീവ് എന്ന് വിളിച്ചത്. ഇനി
അത് എങ്ങനെയൊക്കെ നടക്കാം എന്നുള്ളതിലേക്ക് വരുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്ലാന്റിൽ നടക്കാൻ ഡിഫറെന്റ് മെക്കാനിസം ഉണ്ട്. ഇപ്പൊ മുമ്പ് നമ്മൾ ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ അറിയാം. പ്ലാന്റിന്റെ റൂട്ട് പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാം, അതേപോലെ ലീഫ് പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെയാണ് സ്റ്റെമ്മും പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിൽ 3 പാർട്ടിനും പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അതിൽ ഓരോന്ന് വിധം കൺസിഡർ ചെയ്യാം. ഈ റീപ്രൊഡക്ഷൻ നടക്കുന്നത് റൂട്ട് വഴിയാണെന്ന് കരുതുക. റൂട്ട് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത്. ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന പ്ലാന്റിന്റെ റൂട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക, പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ രണ്ടാമത്തെ പ്ലാന്റ് ലീഫ് എന്ന് പറയുന്നത് ബ്രയോഫിലം എന്ന് പറയുന്ന പ്ലാന്റിലാണ്. ബ്രയോഫിലം എന്ന പ്ലാന്റിൽ ലീഫിൽ നിന്നുണ്ടാവുന്ന അക്സസറി ബഡ് ആണ് പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ സ്റ്റെമ്മിന്റെ കേസിൽ തിരിച്ചാണ്. സ്റ്റെമ്മിൽ പല പാർട്ടുകൾ റീപ്രൊഡക്ഷന് സഹായിക്കുന്നതായിട്ട് നമ്മൾ പഠിക്കും. അതായത് സ്റ്റെമ്മിന്റെ ഏരിയൽ പാർട്ട്, മണ്ണിന് മുകളിലുള്ള പാർട്ട് റീപ്രൊഡക്ഷന് സഹായിക്കാം. അതേപോലെ സബേരിയൽ പാർട്ട്, മണ്ണിന്റെ ഒപ്പം കാണുന്ന പാർട്ട് റീപ്രൊഡക്ഷന് സഹായിക്കാം. അതേപോലെ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ കാണുന്ന പാർട്ടും റീപ്രൊഡക്ഷന് സഹായിക്കാം. ഒരു സ്റ്റെമ്മിന്റെ ഏരിയൽ പാർട്ടും സബേരിയൽ പാർട്ടും അണ്ടർഗ്രൗണ്ട് പാർട്ടും ഒക്കെ പ്രൊപ്പഗേഷന് സഹായിക്കും. അതിൽ ഒന്നാമത്തെ കേസ് ഏരിയൽ പാർട്ടിലേക്ക് വരിക. മണ്ണിന് മുകളിൽ കാണുന്ന പാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്കതിൽ എക്സാമ്പിൾ പഠിക്കാനുള്ളത് ബൾബിൽ എന്ന് പറയുന്ന മെക്കാനിസമാണ്. ബൾബിൽ എന്ന് പറയുന്ന മെക്കാനിസം എന്താ? ബൾബിൽ എന്ന് പറഞ്ഞാൽ അഗേവ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അഗേവ് എന്ന് പറയുന്ന പ്ലാന്റിന്റെ പ്രത്യേകത, അതിന്റെ ലീഫിന്റെ ബേസിൽ നിന്നോ ഫ്ലവറിന്റെ ബേസിൽ നിന്നോ പുതിയൊരു ബഡ് പോലെ ഔട്ട് ഗ്രോത്ത് ഉണ്ടാവും. ലീഫിന്റെയോ ഫ്ലവറിന്റെയോ ബേസിൽ നിന്ന് ഒരു ബഡ് പോലെ ഒരു ഔട്ട് ഗ്രോത്ത് ഉണ്ടാവും. ഈ ഔട്ട് ഗ്രോത്ത് പിന്നീട് ഡിറ്റാച്ച് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് വീണ് പുതിയ പ്ലാന്റ് ആവാം. അതായത് ദ സ്പെഷ്യൽ ബഡ് പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ലീഫ് ഓർ ഫ്ലവർ ഇൻ അഗേവ് ഇസ് കോൾഡ് ബൾബിൽ. അതിന്റെ ഡെഫിനിഷൻ എഴുതണമെന്നുള്ളവർക്ക് അത് പോസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റീപ്ലൈ ചെയ്ത് നിങ്ങൾക്കത് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് കേട്ട് എഴുതാൻ പറ്റും തിരിച്ചു. അപ്പൊ ബൾബിൽ എന്ന് പറയുന്നത് ആക്സിസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ലീഫിന്റെയോ ഫ്ലവറിന്റെയോ ബേസിൽ ഉണ്ടാവുന്ന ഒരു ബഡാണ്. അങ്ങനെയുള്ള സ്പെഷ്യൽ ബഡ് ഈ അഗേവ് പോലൊരു പ്ലാന്റിലാണ് പ്രൊപ്പഗേഷന് സഹായിക്കുക. അതിനെ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് ബൾബിൽ. ഇനി സബേരിയലിലേക്ക് വരിക. ഈ സബേരിയൽ സ്റ്റെം വഴി ഉണ്ടാവുന്ന പ്രൊപ്പഗേഷൻസ് ഫസ്റ്റ് ഇയറിലും മോർഫോളജി പാർട്ടിലും നമ്മൾ പഠിക്കുന്ന 1-2 കാര്യങ്ങൾ അത് കണക്റ്റഡ് ആണ്. അതെന്താണെന്ന് ചോദിച്ചാൽ സബേരിയൽ പാർട്ടിൽ വരുന്നതാണ് മണ്ണിന് പാരലലി കാണപ്പെടുന്നത് കൊണ്ട് നമ്മളതിനെ റണ്ണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി പഠിക്കും. എന്താ റണ്ണർ എന്ന് ചോദിച്ചാൽ, ചില പ്ലാന്റുകളിൽ നോക്കിയാൽ ഒരു ലോങ് ഇന്റർനോഡ് ഉണ്ടാവും. ഈച്ച് നോഡ് പ്രൊഡ്യൂസ് ന്യൂ പ്ലാൻലെറ്റ്. ഓരോ നോഡും പുതിയ പ്ലാൻലെറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ നോക്കുക, ഈച്ച് നോഡ് പ്രൊഡ്യൂസ് ന്യൂ പ്ലാൻലെറ്റ് ആൻഡ് ഇന്റർനോഡ് ഈസ് പാരലൽ ടു സോയിൽ. അത് സോയിലിന് പാരലലി കാണപ്പെടും. ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത ഇന്റർനോഡ് ഇതൊരു ബ്രാഞ്ച് ആണ്. ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ നോഡിൽ നിന്നും പുതിയ പ്ലാന്റ് ഉണ്ടാവും. ഇന്റർനോഡ് സോയിലിന് പാരലാണ്. സപ്പോസ് എന്തെങ്കിലും ഈ ഇന്റർനോഡൽ പോർഷൻ കട്ടായാൽ ഇത് 3 ഡിഫറെന്റ് പ്ലാന്റ് ആയി. അത് കണക്റ്റഡ് ആണെങ്കിൽ ഒരു പ്ലാന്റ് ആണ്, കട്ടായാൽ അത് സെപ്പറേറ്റ് പ്ലാന്റ് ആയി മാറി. അതുകൊണ്ട് പ്രൊപ്പഗേഷന് സഹായിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ഒരു മോഡിഫിക്കേഷൻ ആണ് റണ്ണർ. ഈ റണ്ണർ കാണുക ഗ്രാസ് പോലെയുള്ള പ്ലാന്റിലാണ്. എക്സാമ്പിൾ ഗ്രാസ്. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുന്നു. സബേരിയയിൽ കഴിഞ്ഞ അതിന്റെ രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് വരുന്നു. സ്റ്റോളൻ എന്ന് പറയുന്ന എക്സാമ്പിൾ അല്ലെങ്കിൽ ടൈപ്പ്. ഈ സ്റ്റോളന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചില പ്ലാന്റുകളിൽ പറയും ഇറ്റ് പ്രൊഡ്യൂസ് സെവറൽ ഫ്ലെക്സിബിൾ ബ്രാഞ്ച്. അതിന് ഒരുപാട് ഫ്ലെക്സിബിൾ ബ്രാഞ്ച് ഉണ്ടെന്നാ പറയാം. ആ ഫ്ലെക്സിബിൾ ബ്രാഞ്ചുകളിലെ ചില ബ്രാഞ്ചുകൾ ബെൻഡ് ചെയ്ത് ഗ്രൗണ്ടിൽ വന്ന് ടച്ച് ചെയ്യാം. ഓക്കെ, അവിടുന്ന് ബാക്കി ഗ്രോത്ത് നടക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ ഇന്റർനോഡ് കട്ടായി പോവുക. അപ്പൊ ഇത് പുതിയ പ്ലാന്റ് ആയി മാറി. ഇതാണ് സ്റ്റോളൻ. സ്റ്റോളന്റെ ഒരു പ്രത്യേകത, ഇന്റർനോഡ് ഈസ് ഏരിയൽ. ഇന്റർനോഡ് ഏരിയൽ ആണ്. അതായത് എക്സ്പ്ലനേഷൻ വൈസ് നമ്മൾ പറഞ്ഞു ദ ഫ്ലെക്സിബിൾ ബ്രാഞ്ച് ബെൻഡ് ആൻഡ് ടച്ച് ദ ഗ്രൗണ്ട് വിച്ച് പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്. അതാണ് സ്റ്റോളൻ എന്ന് പറയുന്നത്. സ്റ്റോളൻ പ്രസന്റ് ഇൻ ജാസ്മിൻ പ്ലാന്റ്. ഈ ജാസ്മിൻ പ്ലാന്റിൽ കാണുന്നത് സ്റ്റോളൻ എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ ആണ്. ഇനി മൂന്നാമത്തെ മെക്കാനിസത്തിലേക്ക് വരുന്നു. ദ തേർഡ് വൺ ഈസ് കോൾഡ് സക്കർ. മൂന്നാമത്തേത് സക്കർ എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ഈ സക്കറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സോയിലിന്റെ ലെയർ നോക്കുക. ആ സോയിലിന്റെ ലെയറിലേക്ക് അല്ലെങ്കിൽ അതിന്റെ താഴേക്ക് പ്ലാന്റിന്റെ ബേസൽ പാർട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ബേസൽ പാർട്ടിൽ നിന്ന്
പുതിയ ബഡ് അറൈസ് ചെയ്യുന്നു. ആ ബഡ് ഗ്രാജുവലി വളർന്ന് മണ്ണിന് മുകളിലേക്ക് വരും. അപ്പൊ ഇതിൽ നോക്കിയാൽ അറിയാം, ഈ പുതിയതായി ഉണ്ടായ ബഡിന്റെ ഹാഫ് പാർട്ട് സോയിലിന് വെളിയിലും റിമൈനിങ് ഹാഫ് സോയിലിന്റെ ഉള്ളിലുമാണ്. അങ്ങനെ പാർഷ്യലി അണ്ടർഗ്രൗണ്ടും പാർഷ്യലി ഏരിയയിലുമായിരിക്കുന്ന ന്യൂലി ക്രിയേറ്റഡ് ബഡിനെയാണ് സക്കർ എന്ന് പറയുക. ടിപ്പിക്കൽ എക്സാമ്പിൾ ബനാന എന്ന് പറയുന്ന പ്ലാന്റ്. ബനാനയിൽ കാണുന്നതൊക്കെ സക്കറാണ്. ഇനി നാലാമത്തെ കേസിലേക്ക് വരുന്നു, ദ ഓഫ്സെറ്റ്. നാലാമത്തെ കേസ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ആണ്. ഓഫ്സെറ്റ് എന്ന് പറയുന്ന കേസ് സാധാരണ കാണുക. ഇതിൽ ഈ ഡയഗ്രാം ഓരോന്നും പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇത് റണ്ണർ എന്ന് പറയുന്ന കേസാണ്, ഇത് സ്റ്റോളൻ എന്ന് പറയുന്ന കേസാണ്, ഇത് സക്കർ എന്ന് പറയുന്ന കേസാണ്. ഓഫ്സെറ്റിന്റെ പ്രത്യേകത, ഇറ്റ് പ്രസന്റ് ഇൻ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്. സാധാരണ ഫ്ലോട്ടിംഗ് പ്ലാന്റിലാണ് കാണുക. അപ്പോൾ ഒരു അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ കാണുന്ന ഫ്ലോട്ടിംഗ് പ്ലാന്റ്സിലാണ് ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ കാണുക. ഉദാഹരണത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുക ഐക്കോർണിയ അല്ലെങ്കിൽ പിസ്റ്റിയ പോലൊരു പ്ലാന്റ്. അതില് ഇതൊരു നോഡാണ്. അതിൽ ഇന്റർ നോഡില് ക്ലസ്റ്റർ ഓഫ് ലീഫ് ആൻഡ് റൂട്ട്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, ക്ലസ്റ്റർ ഗ്രൂപ്പ് ഓഫ് ലീഫ് ആൻഡ് റൂട്ട്. ലീഫിന്റെയും റൂട്ടിന്റെയും ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യും. അടുത്ത നോഡിലും അതേപോലെ ക്ലസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യും. വീണ്ടും അടുത്ത നോഡിലും ക്ലസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത നോഡിലും ക്ലസ്റ്റർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ്ലി ക്ലസ്റ്ററുകൾ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്ലെറ്റ് ഫോം ചെയ്യും. അതായത് ചെറിയ ഷോർട്ട്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്ലാന്റ് വിച്ച് കണ്ടെയ്ൻ ഷോർട്ട് ഇന്റർനോഡ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്, ഷോർട്ട് ഇന്റർനോഡ് ആണ്. ആൻഡ് ഈച്ച് നോഡ് കണ്ടെയ്ൻ ക്ലസ്റ്റർ ഓഫ് ലീഫ് ആൻഡ് റൂട്ട്. അതിനെയാണ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ ഐക്കോർണിയ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഐക്കോർണിയ പോലെയുള്ള പ്ലാന്റ് ആണ്. ഇപ്പൊ സബേരിയയിൽ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കേസ് അണ്ടർഗ്രൗണ്ട് പ്രൊപ്പഗ്യൂൾസ് ആണ്. അണ്ടർഗ്രൗണ്ട് പ്രൊപ്പഗ്യൂൾസ് എന്ന് പറയുന്ന കാറ്റഗറി നോക്കുക. അണ്ടർഗ്രൗണ്ട് പ്രൊപ്പഗ്യൂൾസിന് പ്രത്യേകത, അതിൽ ഒന്നാമത്തേത് റൈസോം എന്ന് പറയും. ഒന്നാമത്തേത് റൈസോം. ഈ റൈസോമിന് ഒരു പ്രത്യേകത, ദ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് മോഡിഫൈഡ്. റൈസോം എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് മോഡിഫൈഡ് ഇൻ ടു ഫുഡ് സ്റ്റോറേജ് ഓർഗൻ. മണ്ണിനടിയിലുള്ള പോർഷൻ എൻലാർജ് ചെയ്ത് ഫുഡ് സ്റ്റോറേജ് ഓർഗൻ ആയിട്ട് മാറിയിരിക്കുന്ന മോഡിഫിക്കേഷനാണ് റൈസോം എന്ന് പറഞ്ഞത്. അതിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ജിഞ്ചർ. ജിഞ്ചറിൽ കാണുന്നത് റൈസോം എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ ആണ്. ഇനി സെക്കൻഡ് കേസ് നോക്കുക. അണ്ടർഗ്രൗണ്ടിലെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ട്യൂബർ എന്ന് പറയും. ട്യൂബർ എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഓർ ഇറഗുലർലി എക്സ്പാൻഡഡ് സ്റ്റെം ആണ്. പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഒന്നുമില്ലാത്ത ഇറഗുലർലി എക്സ്പാൻഡഡ് സ്റ്റെമ്മിനെയാണ് ട്യൂബർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പൊട്ടറ്റോ. ഇതിൽ ഈ പൊട്ടറ്റോ ശ്രദ്ധിച്ചാൽ അറിയാം, പൊട്ടറ്റോയിൽ ഒരുപാട്, ഇതൊരു റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് എൻലാർജ്ഡ് സ്റ്റെം ആണ്. ഇതിൽ ഒരുപാട് നോഡ് ഉണ്ടാവും. ആ ഓരോ നോഡിൽ നിന്നും പിന്നീട് ബഡ് അറൈസ് ചെയ്യാം. ഈച്ച് ബഡ് ഈസ് കോൾഡ് ഐ. പൊട്ടറ്റോയിലെ ബഡിനെ ഐ എന്നാണ് പറയുക. ഓക്കെ, മൂന്നാമത്തെ കേസിലേക്ക് വരുന്നു. തേർഡ് കേസ് ഈസ് കോൾഡ് ബൾബ്. മൂന്നാമത്തെ കേസ് ബൾബാണ്. എന്താ ബൾബ് എന്ന് ചോദിച്ചാൽ, റെഡ്യൂസ്ഡ് സ്റ്റെം. ഒരു പ്ലാന്റില് റെഡ്യൂസ്ഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഉണ്ടാവും. ദാറ്റ് ഇസ് കവേർഡ് ബൈ ഫ്ലഷി സ്കെയിൽ ലീഫ്. അതിനെ കവർ ചെയ്തുകൊണ്ട് ഫ്ലഷി സ്കെയിൽ ലീഫ് കാണുന്ന കണ്ടീഷൻ. എന്താ ഫ്ലഷി സ്കെയിൽ ലീഫ് എന്ന് പറഞ്ഞാൽ? സ്കെയിൽ ലീഫ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്ലാറ്റ് അല്ലെങ്കിൽ തിൻ എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെയുള്ള സ്കെയിൽ ലീഫ് ഫ്ലഷി ആവും. എന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് ദ സ്റ്റോർഡ് ഫുഡ്. ഈ ലീഫിൽ, സ്കെയിൽ ലീഫിൽ സ്റ്റോർഡ് ഫുഡ് ഉള്ളത് കൊണ്ടാണ് ആ സ്കെയിൽ ലീഫ് ഫ്ലഷി ആയത്. അങ്ങനെയുള്ള സ്റ്റോർഡ് അല്ലെങ്കിൽ ഫ്ലഷി ആയിരിക്കുന്ന റൂട്ട് ലീഫ് എവിടെ ഉണ്ടാവും? ഒനിയൻ എന്ന് പറയുന്ന പ്ലാന്റിൽ. അപ്പൊ ബൾബ് എവിടെയാ കാണുക? ഒനിയൻ എന്ന് പറയുന്ന പ്ലാന്റിലാണ് ബൾബ് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ ഉണ്ടാവുക. അപ്പൊ ഓരോന്ന് വിധം ശ്രദ്ധിച്ചാൽ അറിയാം. സ്റ്റെമ്മിന്റെ കേസിൽ ഏരിയൽ സ്റ്റെമ്മിന്റെ ഡീറ്റെയിൽ പറഞ്ഞിരുന്നു, സബേരിയയിൽ പറഞ്ഞിരുന്നു, അണ്ടർഗ്രൗണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ ആ ടൈറ്റിൽ വൈസ് നോക്കുക. ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന്റെ ഇൻട്രൊഡക്ഷനും ലൈഫ് സ്പാനും ഒക്കെയാണ്. അതിനുശേഷം എസെക്ച്വൽ റീപ്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ അതിൽ എസെക്ച്വൽ റീപ്രൊഡക്ഷൻ ഇൻ ലോവർ ഓർഗാനിസം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പിന്നീട് എസെക്ച്വൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ് പറഞ്ഞിരുന്നു. അപ്പൊ തൽക്കാലം ഒരു ആ ചാപ്റ്ററിന്റെ ഹാഫ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ എബവ് ഫിഗർ ഡെപിക്ട്സ്. സോ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ ഏതാണ് ഓപ്ഷൻ എന്നാണ് പറയേണ്ടത്. കൊടുത്തിരിക്കുന്നത് ഈസ്റ്റ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ്. ആ ഈസ്റ്റിൽ കാണിച്ചിരിക്കുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ബഡിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. സോ ഓപ്ഷൻ എ ആണ് ബഡിങ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൈഡ്ര റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. ദ സെന്റൻസ് ഈസ്, ഹൈഡ്ര റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയല്ല. ഹൈഡ്ര റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രാഗ്മെന്റേഷൻ അല്ലെങ്കിൽ ബഡിങ് എന്ന് പറയുന്ന മെക്കാനിസം വഴിയാണ്. സോ ഓപ്ഷൻ ബി
false. Question number 3. Identify the following diagram and choose the incorrect one. അതിൽ ഇൻകറക്റ്റ് ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നു സൂസ്പോർ ഇൻ ക്ലാമിഡമോണാസ്, ശരിയാണ്. ബി കൊണിഡിയ ഓഫ് പെനിസിലിയം, അതും ശരിയാണ്. ഓപ്ഷൻ സി ബഡ്സ് ഇൻ ഹൈഡ്ര, അതും ശരിയാണ്. ഓപ്ഷൻ ഡി ജെമ്യൂൾ ഇൻ വോൾവോക്സ്, വോൾവോക്സിൽ അല്ല ജെമ്യൂൾ കാണുക, ജെമ്യൂൾ കാണുക സ്പോഞ്ചസ് എന്ന് പറയുന്ന ഓർഗാനിസിലാണ്. 4 മാച്ച് ദ ഫോളോവിംഗ് കോളം. അതിൽ മാച്ച് ദ ഫോളോവിംഗിൽ കോളം നമ്പർ 1 ബൈനറി ഫിഷൻ, സൂസ്പോർ, കൊണീഡിയം, ബഡിംഗ്, ജെമ്യൂൾ കൊടുത്തിരിക്കുന്നു. കോളം നമ്പർ 2 ആൽഗെ, അമീബ, ഹൈഡ്ര, പെനിസിലിയം, സ്പോഞ്ച്. സോ അതിൽ ആൻസർ വരിക ബൈനറി ഫിഷൻ പ്രസന്റ് ഇൻ അമീബ. സോ A2 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ A2 വരുന്ന ഓപ്ഷൻ ബി, അതാണ് ആൻസർ വരേണ്ടത്. കൺഫേം ചെയ്യുക. ബി സൂസ്പോർ, 1 ആൽഗെ ആണ്. ദെൻ കൊണീഡിയം ഇൻ പെനിസിലിയം C4, ബഡിംഗ് ഇൻ ഹൈഡ്ര അപ്പോൾ D3 ആൻഡ് ഇ ജെമ്യൂൾ 5 സ്പോഞ്ചസ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 5 സ്യൂഡോപോഡിയോസ്പോർ പ്രസന്റ് ഇൻ. സ്യൂഡോപോഡിയോസ്പോർ കാണേണ്ടത് അമീബ എന്ന് പറയുന്ന ഓർഗാനിസിലാണ്. ഫേവറബിൾ സീസണിൽ സിസ്റ്റ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ തിയറിയിൽ പറഞ്ഞിരുന്നു.